ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ കുറേ മച്ചാന്മാർ എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിലിട്ടേക്കണ വീഡിയോസിലൊക്കെ കമൻറ്റിൽ വന്ന് ചോദിക്കാറുണ്ട്, ബ്രോ എങ്ങനെയാണ് പിക്സൽ നെയിം ബോർഡ് ചെയ്യണേന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പേജ് മറക്കാണ്ടൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഫസ്റ്റത്തെ പിക്സൽ ലാബ് എന്നും പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ പിക്സൽ ലാബ് എന്നും പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ അടിയിൽ കുറേ ഓപ്ഷൻസ് ആണ്. അവരുടെ എഡിറ്റ്, ഡിലേറ്റ്, കോപ്പി, ടു ഫ്രണ്ട്, ടു ബാക്ക്, പൊസിഷന്, റിലേറ്റീവ് പൊസിഷന്, അങ്ങനെയൊക്കെ പറഞ്ഞ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, കളറിൻ്റെ, പിന്നെ ഒപ്പാസിറ്റിയും കാര്യങ്ങളുടെയൊക്കെ അങ്ങനെ കുറേ ഇത് നമുക്ക് കാണാൻ പറ്റും അടിയിൽ. ഓക്കെ, അതിനകത്ത് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് എന്നും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഓക്കെ, എഡിറ്റിൽ അപ്പോൾ ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്നും പറഞ്ഞാണ്. അത് നമ്മൾ മാറ്റിയിട്ട് ഏത് പേരാണ് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏത് പേരടിക്കും, ഞാനിപ്പോൾ ഇവിടെ പേരൊന്നും കിട്ടണല്ലോ ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഡെൻമാർക്ക് എന്ന് അടിക്കാം. ഓക്കെ, ഡെൻമാർക്ക് എന്ന് ഞാനിപ്പോൾ ഇവിടെ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഇവിടെ AB എന്നും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അത് ഫോണ്ട് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AB നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ അവർ തന്നേക്കുന്ന ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ മൈ ഫോണ്ടിലാണ് നടക്കണം. ഓക്കെ, ഇവിടെ 3 ഇത് വേണ്ട ആ പൊക്കത്ത് ഫോൺസ്, മൈ ഫോൺസ്, റീസെൻറ്റ്. ഇതിനകത്ത് നമ്മൾ മൈ ഫോൺസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കണ കുറേ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഫോണ്ടിൽ ചെന്നാൽ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിൻ്റെ വെബ്സൈറ്റിൽ ചെന്നാലും ഇതൊക്കെ കിട്ടുമെന്ന് തോന്നണം. ഓക്കെ, ഞാൻ ഫോണ്ടിൽ നിന്നാണ് എടുത്തേക്കണത് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൺ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോൺ എടുക്കാം. ഇപ്പം ഞാൻ ഈ ഫോണ്ടാണ് എടുത്തേക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും കുറച്ച് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ട്രോക്ക്, ഷാഡോ, ഇന്നർ ഷാഡോ. ഓക്കെ, ഈ 3 നമുക്ക് വേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ സ്ട്രോക്ക് അനേബിൾ ചെയ്ത് കൊടുക്കാം. അത് ഷാഡോ ഇപ്പോൾ വേണ്ട. ഓക്കെ, നമ്മൾ ഇന്നർ ഷാഡോ അനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ബ്ലർ റേഡിയസ് നമ്മൾ കുറച്ചിടാം. ഓക്കെ, ഒരു 0ലേക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇച്ചിരി ഇങ്ങനെ കളറിൻ്റെ അവിടെ സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ ഓക്കെ ഇത് ഉണ്ടാവും, നമുക്ക് വേറെ കളർ കിട്ടും. ഓക്കെ, വെള്ള കളറുണ്ട്, വേറെ ബ്രൗൺ ഗ്രീനിഷ് കളർ, അങ്ങനെ എന്താണ് ഗ്രീനിഷ് അല്ല ബ്രൗൺ കളർ പോലത്തെ ഇതൊരു സംഗതിയായിട്ട് ബ്ലാക്ക് ആണെന്നോ. ഓക്കെ, അതിനകത്ത് ഈ രണ്ടാമത് കളർ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഓഫ്സെറ്റ് എക്സ് ഇതേണ്ട ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, നമുക്കപ്പോൾ ഒരു 12 ഇടാം, -12 ഇടാം. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സെറ്റായില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഈ ഡെൻമാർക്ക് എന്ന് അടിച്ചേക്കാൻ നമുക്ക് ഒന്ന് കോപ്പി ചെയ്യണം. അതിന് ഈ പേനയുടെ ആദ്യം പൊക്കത്താണ് പേനയുടെ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് കോപ്പി അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ് 2 എണ്ണമായിട്ട് വന്നിട്ടുണ്ട് ഈ ഡെൻമാർക്ക് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ സ്ട്രോക്ക് കുറക്കുക, ഇന്നർ ഷാഡോയും കുറക്കുക. ഓക്കെ, എന്നിട്ട് ഈ സാധനം നമുക്ക് ബ്ലാക്ക് കളറാക്കണം. ഓക്കെ, അതിനകത്ത് കളറിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആക്കുക. ഓക്കെ, ഇത് സെറ്റായി. എന്നിട്ട് നമ്മൾ ഇതിന് പറ്റിയ സൈസിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഓപ്ഷൻ കണ്ട കോപ്പി, ടു ഫ്രണ്ട്, ടു ബാക്ക്, അതിനകത്ത് ടു ബാക്ക് അടിക്കുക. അപ്പോൾ ആ സാധനം ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത്. ഓക്കെ, അത് വേണ്ടോ ഇങ്ങനെ വെക്കാം. ഓക്കെ, എന്നിട്ട് ഈ കീ ഫ്രെയിം പോലത്തെ സാധനം അടിച്ചിട്ട് ആ ശരിയും തെറ്റും വേണ്ട അത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് 2 കൂടി കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, 2 കൂടി കൂട്ടി യോജിപ്പിക്കണം. ഓക്കെ, വേണ്ടോ 2 കൂടി അപ്പോൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഫോണ്ടിൻ്റെ അതൊക്കെ പോകും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയുണ്ട്. അത് നമ്മൾ അനേബിൾ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ വേണ്ടോ വൈറ്റ് ഔട്ട്ലൈൻ വരും നമുക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ കളറും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് സേവ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നിങ്ങളെന്താണ് ഞാൻ എൻ്റെ ഒരു ഇത് പറ്റിപ്പോയി, ഒരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ ചെയ്യാൻ നേരത്ത് ട്രാൻസ്പെറൻ്റ് എടുക്കല്ലേ കേട്ടോ ഗൈസ്. ഓക്കെ, ട്രാൻസ്പെറൻ്റ് എടുത്താൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് അവിടെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ കളർ, മാജിക്, മാനുവൽ, റിപ്പയർ, സൂം. ഓക്കെ, അതിനകത്ത് നമ്മൾ ഓട്ടോ കളർ എടുക്കുക. ഓട്ടോ കളർ എടുത്തതിന് ശേഷം ഈ വൈറ്റ് ഇല്ലേ അത് നമ്മളൊന്ന് ഇതുണ്ടോ ആ വൈറ്റ് നമ്മളൊന്ന് ഇതാക്കി കൊടുക്കുക. ഓക്കെ, എവിടെയൊക്കെ ആ വൈറ്റ് നമ്മൾ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മളെന്താണ് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഓക്കെ 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 സമയമെടുത്ത് തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്നാലും അതിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് കിട്ടുള്ളൂ. ഓക്കെ 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 സമയം എടുത്തിട്ട് തന്നെ നിങ്ങളത് ചെയ്താൽ മതി. ഓക്കെ, വലിയ പണിയൊന്നുമില്ല, അതങ്ങോട്ട് കുറച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് സെറ്റായി. ഓക്കെ പോയായിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ എന്താണ് സെറ്റായി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉണ്ട് ഇച്ചിരി ഇതും കൂടി ഒന്ന് മാറ്റിക്കളയാം. ഓക്കെ, സെറ്റായി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ബസ് സിമുലേറ്റർ എടുത്തിട്ട് ഇത് സെറ്റ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളൂ നമുക്ക് പണി. ഓക്കെ, പിക്സൽ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചാനലൊന്ന് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.